ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒന്നുമായിട്ടല്ല വന്നത്. ഞാൻ ഈ റോഡിൽ നിൽക്കുന്നുണ്ടപ്പോൾ മനസ്സിലാക്കിയാണ് ഒരു ട്രാവൽ വ്ളോഗിങ് ആണ്. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോവാണ്. ഇപ്പം ലാസ്റ്റ് ഞാൻ ചെയ്ത വേളാങ്കണ്ണി വ്ളോഗിൻ്റെ വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗും കൂടെ എടുക്കാം എന്നുള്ളത്. കാരണം വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് പൊന്മുടി പോകണമെന്നുള്ളത്. ഇപ്പം തൊട്ടടുത്ത് കടന്നിട്ട് പോലും എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. നമ്മളിന്ന് 2 വീലറിലാണ് പോകുന്നത്. ഇപ്പം പൊന്മുടിയുടെ വ്ളോഗാണ് ഞാൻ ഇന്നിടാൻ പോകുന്നത്. എല്ലാം നമുക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്താണ്, ഇവിടുന്ന് എങ്ങനെയാണ് പോയത്, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഫുള്ള് ഈ വീഡിയോയിൽ പറയാം. ഞാൻ ഫുള്ള് സെറ്റപ്പിലാണ് പോകുന്നത്. റെയിൻകോട്ടൊക്കെ ഉണ്ട്. റെയിൻകോട്ടൊക്കെ ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിന് റെയിൻകോട്ടൊക്കെ എടുത്ത് കൈ വെക്കുന്നത് നല്ലതാണ്. ഞാൻ കേട്ടിട്ടുള്ള ഒക്ടോബർ ആ ടൈമിനൊക്കെയാണ് പൊന്മുടി പോകാൻ ഏറ്റവും പറ്റിയ ടൈമെന്നാണ്. പക്ഷേ ഇപ്പോഴും ഈയിടെയായിട്ട് ഭയങ്കര ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആണ്. പൊന്മുടിയുടെ ക്ലൈമറ്റ് സെറ്റാണ്, ഇപ്പം കിടിലമാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ നമുക്ക് പോയി നോക്കാം. മുമ്പ് ഞാൻ പോകാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ഫാമിലിയെ മൊത്തത്തിൽ കൊണ്ടുപോയിട്ട് അവസാനം ഇവിടുന്ന് പൊന്മുടി കാണാൻ പോയ യാത്ര ചെന്നെത്തിയത് ട്രിവാൻഡ്രം സൂവിലാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്രാവശ്യം എങ്ങനെയും ഒന്ന് പോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. നമ്മൾ കൊല്ലം താന്നി പാലത്തിനടുത്തു നിന്നാണ് പൊന്മുടിക്ക് 2 വീലറിൽ യാത്ര തിരിച്ചത്. ഇപ്പം നിങ്ങൾ 2 വീലറും കാറും ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയൊന്നും ഇല്ലാതെ തന്നെ വളരെ ചിലവ് കുറവിൽ എങ്ങനെ പൊന്മുടിയിൽ പോയിട്ട് വരാമെന്നുള്ള കാര്യം കൂടെ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കണേ. പോകുന്ന വഴിക്ക് ഇടയ്ക്കൊന്ന് നടുവ് നിർത്താനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു സീനറി കണ്ടത്. അപ്പം വളരെ ഭംഗിയായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇനി റൂട്ടിൻ്റെ കാര്യങ്ങൾ പറയാം. നമ്മൾ കൊല്ലത്ത് താന്നിയിൽ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ, താന്നിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് നമ്മൾ തീരദേശം റോഡ്, അതായത് പരവൂർ റൂട്ട്, പാരിപ്പള്ളി റൂട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ എന്നാലും സാധാരണ എല്ലാവരും പോകുന്ന പോലെ നമ്മൾ മെയിൻ റോഡല്ല പോയത്. കാര്യം നമ്മുടെ ഗൂഗിൾ അമ്മച്ചി നമുക്ക് വളരെ എളുപ്പമുള്ള റൂട്ട് എന്ന് പറഞ്ഞ് കാണിച്ചു തന്ന പാതയിലൂടെയാണ് ഞങ്ങളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനൊരു 8ൻ്റെ അല്ല 16ൻ്റെ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പണി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനൊരു പാലം പണി നടക്കുന്നുണ്ട്. കുഞ്ഞ് പാലത്തിൽ കൂടെ ഒക്കെ കയറിപ്പോണ്ടി വന്നു കേട്ടോ. പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറ് പഞ്ചറായെന്ന് പറയാൻ പറ്റത്തില്ല, കീറിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞങ്ങളാണെങ്കിൽ രാവിലെ എത്തണം, കോടമഞ്ഞ് കാണണമെന്നൊക്കെ ദുരാഗ്രഹം കാരണം നേരത്തെ ചാടി പുറപ്പെട്ടിട്ട് ഒരു കാര്യമില്ലായിരുന്നു. അവസാനം ഇങ്ങനൊരു പണി കിട്ടിയിട്ട് പഞ്ചർ കട രാവിലെ തിരക്കിയാണെന്ന് കിട്ടാതായി. അവസാനം ഒരു വിധത്തിലാണ് ഒരു ചേട്ടനെ ഒത്തു കിട്ടിയിട്ട് കീറിപ്പോയത്. ടയർ കീറിയത് കൊണ്ട് തന്നെ ട്യൂബ് ഇടണമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ എന്ന് പറയുന്ന കണക്ക് ഞങ്ങൾ കാട്ടിൻ്റെ നടുക്കൂടാണ് മൊത്തത്തിൽ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, കാട്ടുപാതയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അവസാനം നമ്മളിപ്പം ചെക്ക് പോയിൻ്റ് എത്തിയിട്ടുണ്ട്. പൊന്മുടിയുടെ താഴെ ഹിൽ സ്റ്റേഷൻ്റെ താഴത്തെ ചെക്ക് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ചെക്ക് പോയിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. മുകളിലോട്ട് കയറണമെങ്കിൽ എൻട്രി ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 40 രൂപയാണ് ഇവർ ടിക്കറ്റിനായിട്ട് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, 40 രൂപ. പിന്നെ വണ്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. വണ്ടി ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഈ മല കയറി ഇറങ്ങണമെങ്കിൽ എന്തായാലും നടന്ന് കയറാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വണ്ടിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീലറിന് ഞങ്ങൾ 20 രൂപയാണ് കൊടുത്തത്. ഇപ്പം 4 വീലറിനൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 40 ആണെന്ന് തോന്നുന്നു. അത് നിങ്ങൾ ചെക്ക് പോയിൻ്റ് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 2 പേർക്ക് 40 80 പ്ലസ് 20 രൂപ വണ്ടിയുടെ ചാർജ്. ഞങ്ങൾക്ക് അങ്ങനെ 100 രൂപയാണ് നമ്മൾ അവിടെ പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ഹെയർ പിൻ വളവുകൾ വരുന്നത്. 22 വളഞ്ഞ് കിടക്കുന്ന ഹെയർ പിൻ കയറിയിട്ട് വേണം പോകാനായിട്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഇടയ്ക്ക് ചെറിയതായിട്ട് വീഡിയോയ്ക്ക് ഷേക്കൊക്കെ ഉണ്ട്. കാരണം നമ്മൾ കാറിൽ ഇരുന്നിട്ടൊക്കെ ആണെങ്കിൽ വീഡിയോ എടുക്കാൻ ഓക്കെയാണ്. പക്ഷേ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഫുള്ള് 2 വീലറിൽ ഇരുന്നിട്ട് ഞാൻ അതിസാഹസികമായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ഈ 22 ഹെയർ പിൻ വളവുകൾ കയറിയിട്ടാണ് മലയുടെ മുകളിലെത്തേണ്ടത്. അതാണെങ്കിൽ വളഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം നല്ല 2 വീലർ ആണെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയും കൊണ്ട് വരാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വഴിയിൽ കിടന്നു പോകും. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു
എൻട്രി ടിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിളിൽ വരികയാണെന്നുണ്ടെങ്കിലാണ് നമ്മളിതിന് എൻട്രി ടിക്കറ്റിന് ക്യാഷ് പേ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ പ്രൈവറ്റ് വെഹിക്കിളൊന്നും ഇല്ലാത്തവർക്കും വരാൻ പറ്റുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് KSRTC ബസ്സിലാണ്. അപ്പോൾ നമ്മൾ ആ ബസ്സിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്കിപ്പം KSRTC ഉണ്ട്. അതായത് ഞാനിപ്പോൾ കൊല്ലത്തു നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലത്തു നിന്ന് ആദ്യം ട്രിവാൻഡ്രത്തേക്ക് ഒരു ബസ് കയറണം, KSRTC ബസ് കയറണം. പക്ഷേ ട്രിവാൻഡ്രത്തുള്ളവർക്കാണെങ്കിൽ അതൊന്ന് ഡയറക്റ്റ് ഉണ്ട്. അതായത് തമ്പാനൂർ നമ്മുടെ സെൻട്രൽ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്ന് KSRTC ബസ് സ്റ്റോപ്പിൽ നിന്ന് എല്ലാ ദിവസവും പൊന്മുടിക്ക് ഡയറക്റ്റ് ബസ്സുണ്ട്. വെളുപ്പിന് 5:15 എന്തോ ആണ് ആദ്യത്തെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 8:20 9:20 അങ്ങനെ ബസ് ടൈമുണ്ട്. നമ്മളിപ്പം KSRTC ബസ് സ്റ്റാൻഡിൽ തിരക്കിയിട്ടുണ്ടെങ്കിൽ ബസ്സിൻ്റെ ടൈമിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് അവർ പറഞ്ഞു തരും. 78 രൂപ എന്തോ ഉള്ളൂ ബസ് ടിക്കറ്റിന് ഒരാൾക്ക്. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റേറ്റാണ്. നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് അവിടെ നിന്ന് നേരെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പൊന്മുടിയുടെ ഏറ്റവും മലമുകളിൽ നമ്മളെ കൊണ്ടെത്തിക്കും. എൻട്രി ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ സേഫായിട്ട് പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മുകളിലോട്ട് ഒരു ഹെയർ പിൻ വളവുകൾ കയറും തോറും തണുപ്പും കോടമഞ്ഞൊക്കെ കൂടി വന്നുകൊണ്ടിരുന്നു. നമ്മൾ ചെന്ന ടൈമിന് അധികം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പിന്നീടായപ്പോഴത്തേക്ക് കോടമഞ്ഞ് നല്ല രീതിക്ക് കൂടിയിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെപ്പോലും കാണാൻ വയ്യാത്ത രീതിയിൽ കോടമഞ്ഞായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നല്ലൊരു സീനറി, ഇതുപോലത്തെ ഒരു സീനറിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഇടയ്ക്കെന്ന് വെച്ചിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് അവിടുന്ന് പിന്നെ നമ്മൾ ട്രാവലിംഗ് തുടങ്ങിയത്. നല്ല കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തട്ടുകട ചായക്കട ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് ചായ കുടിക്കാം. ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡ് പോലും കഴിക്കാതെ ഡയറക്റ്റ് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് ടയർ മാറ്റിയിടാനൊക്കെ കുറച്ച് ടൈം, ടയറിൻ്റെ ട്യൂബ് ഇടാനൊക്കെ കുറച്ച് ടൈം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എവിടെ നിൽക്കാതെ ഡയറക്റ്റ് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാനൊന്നും നിർത്തിയില്ല. ഇത് മലയാണെന്ന് വിചാരിച്ചിട്ട് ഇതിൽ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കരുത്. ഇതിപ്പം പൊന്മുടി ട്രിവാൻഡ്രത്ത് കിടക്കുന്ന മിക്കവരും വന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ, കഫേ, അതുപോലെ കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ സീനറി ഇതാണ്. ഇപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ടാണ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. നല്ല ഭംഗിയായിട്ട് തോന്നി. ഇപ്പോൾ ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്ന KSRTC പോകുന്നത്, അതായത് പൊന്മുടിക്ക് ഡയറക്റ്റ് പോകുന്ന KSRTC, ഇതിലാണ് KSRTC വരുന്നവരെല്ലാം പോകുന്നത്. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഈ കണ്ണിൽ കാണുന്നത് അതുപോലെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റിയിരുന്നു. അതായത് കണ്ണിൽ റെക്കോർഡ് ചെയ്യുന്ന എന്തെങ്കിലും ക്യാമറ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും. കാരണം പല കാര്യങ്ങളും നമ്മൾ ഈ കണ്ണിൽ കാണുന്ന അത്രയും ഭംഗിയിൽ നമുക്ക് കിട്ടത്തില്ല. ഇങ്ങനെയുള്ള കുറേ ചായക്കടകളുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം നിർത്തിയിട്ട് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ നിർത്തിയില്ല. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ഓരോ മുകളിലോട്ട് കയറും തോറും ഇങ്ങനെ കോടമഞ്ഞൊക്കെ കൂടി വന്നുകൊണ്ടിരുന്നു. പക്ഷെ നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ഈ സ്വർഗത്തിലേക്കുള്ള പാത കല്ലുമുള്ളും നിറഞ്ഞതാണെന്ന് പറഞ്ഞതുപോലെ ആയിരുന്നു. ഞങ്ങൾ കാട്ടിൻ്റെ അത് കൂടെ വന്ന് ഞങ്ങൾക്ക് ടയറിനൊക്കെ പണി കിട്ടിയെങ്കിൽ അവിടെ ചെന്ന് ഇത് വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സെറ്റായി. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഒരു കഫറ്റീരിയ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഷ്റൂം യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് ഇവിടെ വന്നിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതാണ് നമ്മൾ ഇവിടെയാണ് വരേണ്ടത്. സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നിട്ട് നമുക്ക് മുകളിൽ പോയിട്ട് ഇതൊക്കെ വ്യൂ ഒക്കെ ആസ്വദിക്കാം. പിന്നെ ഫുഡിൻ്റെ കാര്യം, നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ക്യാരി ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിൽ വന്നിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അതാകുമ്പോഴത്തേക്ക് ഫുഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രാ എക്സ്പെൻസ് ഒന്നും പുറത്ത് ഹോട്ടലിലൊന്നും പോയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പക്ഷേ പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടേക്ക് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് കേട്ടോ എൻട്രി ടൈം ഉള്ളത്. വൈകിട്ട് 4 മണി കഴിഞ്ഞാൽ ഇവിടേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. മലയുടെ മുകളിൽ വന്നിരുന്നു മഴ നനയാനായിട്ട് വന്നിരിക്കുന്നു. വിത്ത് അപ്പുറത്തെ ചേട്ടൻ്റെ പാട്ട്. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കാറ്റൊക്കെ വന്നിട്ട് നല്ലൊരു കോടമഞ്ഞൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കോട മൊത്തം കോട.
സാഹസികമായ യാത്ര. പതുക്കിറങ്ങി. സാറിന് ഒക്ടോബർ മന്തൊക്കെയാണ് നല്ല ക്ലൈമറ്റൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയൊരു സമയം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് എന്തോ ഒരു ലക്കിന് നമ്മൾ വന്ന ടൈമിന് നല്ല കോടമഞ്ഞൊക്കെ ആയിട്ട് അധികം മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു ക്ലൈമറ്റിൽ നമുക്ക് വ്യൂ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കോട അസല് കോട, അടുത്ത് നിൽക്കുന്ന ആളെ കാണാൻ വയ്യാത്ത കോട. ക്യാമറയിൽ ഭയങ്കര വിസിബിൾ അല്ല, പക്ഷെ നല്ല അസല് കോടമഞ്ഞാണ്. വന്നപ്പോൾ ഇത്ര കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇപ്പം നല്ല കോടമഞ്ഞ് വന്നിട്ടുണ്ട്. ഡിസ്ക്ലൈമർ: എന്നെ പോലെ ശ്വാസം മുട്ടലുള്ളവർ അനുകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പട്ടി കഥയ്ക്കുന്ന പോലെ കഥയ്ക്കും. ഞാൻ ഒരു സാധനം കാണാൻ വേണ്ടി ഒരു വലിയ കയറ്റം കയറി വന്നതാണ്. സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണ് വലിയ കാര്യത്തിൽ ഞാൻ കാണാനായിട്ട് വന്ന സാധനം. വേറൊന്നുമല്ല, ഇതൊരു പോലീസിൻ്റെ ഒരു വയർലെസ് സ്റ്റേഷനാണ്. നമ്മുടെ ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ മൂവിയിൽ ഇതുപോലെ പോലീസിൻ്റെ ഒരു വയർലെസ് സ്റ്റേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കാണണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നതാണ്. ഇത് സെയിം സാധനമല്ല, പക്ഷേ അതുപോലത്തെ ഒന്നാണ്. പക്ഷെ ഒരു കാര്യമില്ലായിരുന്നു, ഇത് പൊട്ടിപ്പൊളിങ്ങി കിടക്കുകയാണ്. ആരുമില്ലാതെ മൊത്തത്തിൽ പൊട്ടിപ്പൊളിങ്ങി നാശമായിട്ട് കിടക്കുമായിരുന്നു. വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു. 10-16 കിലോമീറ്റർ നോട്ടിൽ പോവാം. ഒരാളെങ്കിൽ എങ്ങനെ പോവാം? ഒരാളാണെങ്കിൽ അതെ. നമ്മളിപ്പോൾ അവിടെ നിന്ന് നേരെ വ്യൂ ഒക്കെ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങി ആ കുറച്ച് മുന്നേ പറഞ്ഞ ചായക്കടയിൽ കയറിയിട്ട് നല്ല ചൂട് ചായയും കുടിച്ച് പിന്നെ വിശന്നിരുന്നായിരുന്നു. അതുകൊണ്ട് ഒരു എഗ് ഓംലെറ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോയത് ലുലുവിലേക്കാണ്. കാരണം ഫുഡൊന്നും നേരെ കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ലുലുവിൽ നമ്മൾ പോയിട്ട് താഴെ നമ്മൾ ചിക്കൻ ബിരിയാണി, പിന്നെ ഡയറി മിൽക്ക് കാര്യങ്ങൾ, മിൽക്ക് ഷേക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അൽബേക്കിലേക്കാണ് വന്നത്. അവിടെ നിന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ തിന്നിട്ട് നമുക്ക് വയറ് നിറയാതെ നേരെ പോയിട്ട് ചിക്കൻ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ ഇതെല്ലാം തട്ടിക്കഴിഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമ്മൾ ഓൾറെഡി അങ്ങോട്ട് എത്തിപ്പെടാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി തിരിച്ച് വരാൻ ടൈമായപ്പോൾ തന്നെ ഏകദേശം സന്ധ്യ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇറങ്ങി നമ്മൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പോകുന്നതിന് മുമ്പേ ക്ലൈമറ്റ് കാര്യങ്ങൾ ഓപ്പൺ ആണോ എല്ലാം ചെക്ക് ചെയ്തിട്ട് പോവുക. നിങ്ങൾക്ക് നല്ലൊരു വ്യൂ ആസ്വദിക്കാൻ പറ്റും. കിടിലൻ ട്രിപ്പായിരിക്കും. എല്ലാവരും ഒന്ന് പോകാത്തവരൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നമ്മുടെ ട്രാവൽ വ്ലോഗ് ഇത്രേ ഉള്ളൂ. നമ്മൾ തിരിച്ച് വീടെത്തി. ഈ പാലം ഇറങ്ങിയ വീടായി ഒരു പരുവായി. ഇനി പോയി കിടന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. ഇത്രയും ദൂരം 2 വീലറിൽ ഇരുന്ന് യാത്ര ചെയ്ത് ഒരു കാര്യം പറയാനുള്ള, മറ്റേ റീൽസിലൊക്കെ കാണുന്ന നമുക്ക് നീലാകാശവും പച്ചക്കടലും ചുവന്ന ഭൂമിയും കണ്ടുകൊണ്ടൊന്നും ആരും ഓടിപ്പോകലും ഞങ്ങളെപ്പോലെ ആവും. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കലും. ടാറ്റാ ബൈ ബൈ.